ഷിയ ഇപ്പോഴും യുവിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായി പോകാറുണ്ട്. പക്ഷേ ഇപ്പോഴും ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ അവൻ്റെ ചിത്രവും വരച്ചിരിക്കുന്നത് തന്നെയാണ് അവളുടെ പണി. യു ഇത് കാണുന്നുണ്ടെങ്കിലും അവളോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാത്തത് കൊണ്ട് അവൻ അവളെ ഉപദേശിക്കാൻ നിൽക്കാതെ തിരികെ പോകുന്നു. ഷിയയെ അവളറിയാതെ ക്ലാസ്സിലുള്ള മറ്റൊരു പയ്യൻ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നുണ്ട്. അന്നത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരുമിച്ച് ലഞ്ച് കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ച് അവൾ യുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും അവൻ ഒഴിഞ്ഞു മാറിപ്പോകുന്നു. ഷിയ തിരിച്ച് ഓഫീസിലെത്തിയപ്പോൾ അവൾ ചെയ്തു വെച്ചിട്ട് പോയ ഒരു റിപ്പോർട്ട് തീരെ ശരിയായില്ല എന്ന് പറഞ്ഞ് യുലിങ് അവളെ കുറച്ച് വഴക്ക് പറയുകയും അത് മാറ്റി ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഷുയി ആണെങ്കിൽ അന്ന് ഓഫീസിലേക്ക് എത്തിയിട്ടില്ല. ഏതോ പുതിയ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അവൾ ഫീൽഡിൽ തിരക്കിലാണ്. അതുകൊണ്ട് അന്ന് ഓഫീസിലേക്ക് എത്താൻ സാധ്യതയില്ല എന്ന് ഞാൻ പറഞ്ഞു ഷിയെ അറിയുന്നു. മറ്റു വഴിയൊന്നുമില്ലാതെ അവൾക്ക് അവിടെ നിന്ന് റിപ്പോർട്ട് മാറ്റി ചെയ്യേണ്ടി വരുന്നു. ബാക്കി എല്ലാവരും ജോലി കഴിഞ്ഞ് പോയിട്ടും അവൾ ഓഫീസിലിരിക്കുകയാണ്. എനിക്കിപ്പോൾ തന്നെ ജോലി റിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അങ്കിളിന് മെസ്സേജ് അയക്കുന്നു. എന്താണ് പ്രശ്നം എന്നവൻ ചോദിച്ചപ്പോൾ ഓഫീസിൽ ഓവർടൈം ചെയ്യേണ്ടി വന്നതിനെക്കുറിച്ച് അവൾ പറയുന്നുണ്ട്. ഷുയി എന്ന് ഓഫീസിലേക്ക് ചെന്നിട്ടില്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ അവൾ പറഞ്ഞ് അവൻ അറിയുന്നു. അവൾ എവിടെ പോയതായിരിക്കും എന്ന് അവൻ ചിന്തിക്കുന്നുണ്ട്. ഓവർടൈം ജോലി ചെയ്യുകയാണ്. നൈറ്റ് സ്നാക്സ് കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ച് അവൾ യുവിന് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിലും അവൻ റിപ്ലൈ നൽകുന്നില്ല. കോളേജിൽ അവൻ സ്റ്റുഡൻസിനൊപ്പം സ്പോർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു പെൺകുട്ടി അവന് വെള്ളം കൊണ്ട് കൊടുക്കുന്നതിൻ്റെ വീഡിയോ ആരോ കോളേജ് ഗ്രൂപ്പിൽ ഇട്ടത് ആ സമയത്ത് അവൾ കാണുന്നു. തന്നേക്കാൾ മുന്നേ മറ്റാരെങ്കിലും അവനുമായി ഇഷ്ടത്തിലാകരുതെന്ന് കരുതി അവൾ അപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നുണ്ട്. അവൾ ചെന്നപ്പോഴേക്കും പ്രാക്ടീസ് കഴിഞ്ഞ് ബാക്കി സ്റ്റുഡൻസൊക്കെ പോകാൻ തുടങ്ങിയിരുന്നു. അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് സംസാരിക്കാൻ തുടങ്ങിയെങ്കിലും മുമ്പത്തെ പോലെ അവൻ ഒഴിഞ്ഞു മാറി പോകാൻ തുടങ്ങുന്നു. എനിക്ക് 30 വയസ്സുണ്ട്, നമ്മൾ തമ്മിൽ ശരിയാക്കില്ല എന്നവളെ ഓർമ്മിപ്പിച്ചിട്ടാണ് അവൻ പോയത്. ബാറ്ററിയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയാണ് ഷീ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അന്നത്തെ ജോലി കഴിഞ്ഞ് അവൾ മടങ്ങുമ്പോഴേക്കും ഒരുപാട് വൈകിയിരുന്നു. ഷിയാൻ എന്തെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് കാറിലിരുന്നാണ് അവൾ ചെക്ക് ചെയ്തത്. മെസ്സേജ് ഒന്നുമില്ലാന്ന് കണ്ടപ്പോൾ അവൾ കുറച്ച് നിരാശയാകുന്നുണ്ട്. വണ്ടിയിലിരുന്നു കൊണ്ട് തന്നെ റോഡ് സൈഡിൽ കണ്ട ഒരു ബിൽഡിങ്ങിൻ്റെ ഫോട്ടോ എടുത്ത് ഇന്ന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു, ഇതുവരെ ഡിന്നർ കഴിക്കാൻ പറ്റിയില്ല, കുറച്ച് സ്നാക്സ് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞ് അവൾ അവന് ഒരു മെസ്സേജ് അയക്കുന്നു. രാത്രി വൈകി സ്നാക്സ് കഴിക്കുന്നത് നല്ലതല്ല എന്നൊരു റിപ്പോർട്ടാണ് അവൻ അതിന് റിപ്ലൈ നൽകിയത്. അടുത്ത ദിവസം അവൾ ഓഫീസിൽ ചെന്ന സമയത്ത് ഷിയെ യുലിങ് ആവശ്യപ്പെട്ടതുപോലെ റിപ്പോർട്ട് മാറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഷിയെ ആദ്യം തയ്യാറാക്കിയ റിപ്പോർട്ട് ഷുയി നേരത്തെ തന്നെ വായിച്ചിരുന്നു. അതിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചില കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കാനുണ്ടായിരുന്നുള്ളൂ. മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് നിന്റെ അഭിപ്രായം മാറ്റേണ്ട ആവശ്യമില്ല. ജേർണലിസ്റ്റുകൾക്ക് സ്വന്തമായ ഒരു നിലപാട് ആവശ്യമാണ്, അതുകൊണ്ട് ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞ് ഷുയി സ്വന്തം ജോലി പോലും ശ്രദ്ധിക്കാതെ ഷിയയ്ക്കൊപ്പം വരുന്ന അവളുടെ തെറ്റുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് തിരുത്തി കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്നു. ഷുയി നാനെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്ന ഇന്റർവ്യൂ നടത്താൻ വേണ്ടി അവൾ ഷിയാന്റെ അസിസ്റ്റന്റ് ഷെങ് പറഞ്ഞ സ്ഥലത്ത് അവനെ മീറ്റ് ചെയ്യാനായി ചെല്ലുന്നു. തമ്മിൽ ചാറ്റ് ചെയ്ത സമയത്തൊക്കെ അവൻ വളരെ പക്വതയുള്ള ഒരാളായി ഫീൽ ചെയ്തതിനാൽ അവിടെ ഇരിപ്പുണ്ടായിരുന്നവരിൽ കുറച്ച് പ്രായമുള്ള ഒരാളുടെ അടുത്ത് ചെന്ന് അയാളായിരിക്കും ഷെങ് എന്ന രീതിയിൽ ഞാൻ സംസാരിക്കുന്നു. പിന്നീടാണ് അവൾക്ക് അബദ്ധം മനസ്സിലായത്. അവിടെ തന്നെ ഉണ്ടായിരുന്ന ഷെൻ അപ്പോഴേക്കും സിറ്റുവേഷൻ മനസ്സിലാക്കി അവളെ അങ്ങോട്ടേക്ക് പരിചയപ്പെടുന്നുണ്ട്. അവനത്ര ചെറുപ്പമാണെന്നറിഞ്ഞപ്പോൾ അവൾ ശരിക്കും അത്ഭുതപ്പെടുന്നു. ഷിയയുടെ ജോലി പൂർത്തിയാക്കി കഴിഞ്ഞപ്പോഴാണ് ഷുയി അവിടെ നിന്ന് എഴുന്നേറ്റ് മാറിയത്. അപ്പോഴേക്കും നേരം രാത്രിയായിരുന്നു. ഷിയെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുള്ള കൂട്ടത്തിലാണെന്ന് പറഞ്ഞ് ഷുയി അവളെ അഭിനന്ദിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതൊക്കെ പറഞ്ഞ് ഷിയെ അങ്കിളിന് മെസ്സേജ് അയക്കുന്നു. അന്ന് ഷുയി ഓഫീസിൽ വന്നിരുന്നു. സ്വന്തം ജോലി പോലും നോക്കാതെ എന്നെ സഹായിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇന്ന് നല്ല ദിവസമായിരുന്നു. എൻ്റെ ജോലി വളരെ എളുപ്പത്തിൽ കഴിഞ്ഞു. പക്ഷേ ഷുയിയുടെ ജോലി ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഇനി ഒരുപാട് സമയം അവിടെ ഇരിക്കേണ്ടി വരുമായിരിക്കും എന്നൊക്കെ അവൾ മെസ്സേജ് അയക്കുന്നുണ്ട്. ഷിയെ പോയി പിന്നെയും ഒരുപാട് സമയം കഴിഞ്ഞാണ് ഷുയിയുടെ ജോലി തീർന്നത്. ഫ്രീ ആയപ്പോഴാണ് ഷിയാൻ ഇന്ന് ഇതുവരെ മെസ്സേജ് അയച്ചിട്ടില്ല എന്ന് ഷുയി ശ്രദ്ധിക്കുന്നത്. ഓഫീസിൽ ഇരുന്ന് ഓവർടൈം ചെയ്യുകയാണ് എന്ന് അവനെ അറിയിക്കാൻ വേണ്ടി ഒരു ബെഡ് ആരെങ്കിലും ഇങ്ങോട്ടേക്ക് കൊടുത്തയച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞ് അവൾ അവന് മെസ്സേജ് അയക്കുന്നു. മെസ്സേജ് കിട്ടിയ അല്പസമയത്തുള്ളിൽ തന്നെ അവൻ അവളെ വിളിച്ചിട്ട് താഴേക്ക് ഇറങ്ങി ചെല്ലാൻ പറയുന്നുണ്ട്. അവൻ താഴെ എത്തിക്കാണുമെന്ന് കരുതി അവൾ സന്തോഷത്തോടെ വേഗം ഇറങ്ങി ചെല്ലുന്നു. പക്ഷേ അവൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അവരുടെ ഓഫീസിൻ്റെ അടുത്തായുള്ള ഒരു ചെറിയ റെസ്റ്റോറൻറ്റിലെ ഡെലിവറി ബോയ് അവളെ കണ്ട് അടുത്തേക്ക് ചെന്ന് അവൾക്ക് വേണ്ടി എടുത്തു വെച്ചിരുന്നതാണെന്ന് പറഞ്ഞ് ഒരു പാക്കറ്റ് ഫുഡ് നൽകുന്നുണ്ട്. അവൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് പരിചയക്കാരായതുകൊണ്ട് അവൻ നിർബന്ധിച്ച് അത് അവളെ പിടിച്ചേൽപ്പിക്കുന്നു. അവൾ അതിൻ്റെ ക്യാഷ് നൽകാൻ തുടങ്ങിയിട്ട് അവൻ വാങ്ങുന്നതുമില്ല. ഈ സമയത്താണ് ഷിയാൻ അവിടേക്ക് വന്ന് അവളെ ചേർത്ത് പിടിച്ച് തൻ്റെ അധികാരം കാണിച്ചത്. എൻ്റെ ഗേൾഫ്രണ്ടിനെ നീ വളയ്ക്കാൻ നോക്കണ്ടെന്ന രീതിയിലാണ് അവൻ്റെ നിൽപ്പ്. ആ പയ്യൻ അവൾക്ക് നൽകിയ ഫുഡിൻ്റെ ക്യാഷും അപ്പോൾ തന്നെ പേ ചെയ്തിട്ട് അവൻ അവളെ കൂട്ടി അവിടെ നിന്ന് പോകുന്നു. നീ ബോയ്സിൻ്റെ ഇടയിൽ വളരെ പോപ്പുലർ ആണല്ലോ എന്ന് മുന്നോട്ട് നടക്കുന്നുണ്ടെങ്കിൽ അവൻ പറയുന്നുണ്ട്. വണ്ടിയുടെ അടുത്തെത്തിയപ്പോൾ അവൾ പുറകിലെ സീറ്റിലാണ് കയറാൻ തുടങ്ങിയത്. എന്നെ ഡ്രൈവറാക്കാനാണോ നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ച് അവൻ അവളോട് മുന്നിൽ കയറാൻ പറയുന്നു. അവൾ അകത്തേക്ക് കയറുന്ന സമയത്താണ് മറ്റൊരു ക്ലയൻറ്റുമായി മീറ്റ് ചെയ്ത ശേഷം തിരികെ പോകാൻ തുടങ്ങിയായിരുന്ന യുലിങ് അവരെ കണ്ടത്. ഷിയാൻ ഇങ്ങനെ അവളെ വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത് കണ്ടപ്പോൾ അവർ തമ്മിൽ റിലേഷനിലായി എന്ന് യുലിങ് വിചാരിക്കുന്നു. അവൾ ശരിക്കും ഷോക്കാകുന്നുണ്ട്. വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോൾ പുറകിൽ വെച്ചിരുന്ന ഫുഡ് കഴിച്ചാൽ കൊള്ളാമെന്ന് ഷുയിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ രാത്രി ഒരുപാട് വൈകി. ഫുഡ് കഴിക്കുന്നത് നല്ലതല്ലെന്ന് കഴിഞ്ഞ ദിവസം അവൻ മെസ്സേജ് അയച്ചത് കാരണം അവൻ്റെ മുന്നിൽ ഇരുന്ന് വിശക്കുന്നു എന്ന് പറയാൻ അവൾക്ക് മടി തോന്നുന്നു. അവളുടെ ഇരിപ്പ് കണ്ടപ്പോൾ കാര്യം മനസ്സിലായി. അവൻ തന്നെ അങ്ങോട്ടേക്ക് ചോദിച്ചറിഞ്ഞ് അവൾക്ക് ഇഷ്ടമുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടുത്തെ ന്യൂഡിൽസ് വളരെ സ്പെഷ്യലാണെന്ന് പറഞ്ഞാണ് അവൾ അവനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അവൾ കുറേ നിർബന്ധിച്ചിട്ടും അവൻ കഴിക്കാൻ തയ്യാറാകാതെ അവൾക്ക് വേണ്ടി മാത്രമാണ് ഓർഡർ ചെയ്തത്. അവിടുത്തെ ഫുഡിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എക്സിനൊപ്പം അവിടെ വരാറുണ്ടായിരുന്നതിനെക്കുറിച്ച് അവൾ അറിയാതെ പറയാൻ തുടങ്ങിയെങ്കിലും പെട്ടെന്ന് നിർത്തുന്നു. ന്യൂഡിൽസിൻ്റെ മുകളിലിട്ടിരുന്ന ഉള്ളിത്തണ്ട് അവൾ കഴിക്കാതെ എടുത്ത് മാറ്റി വെക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവളത് കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവളുടെ എക്സ് കുറച്ച് ഫ്രണ്ട്സിനൊപ്പം അവിടേക്ക് വരുന്നത് അവൾ കണ്ടത്. അത്യാവശ്യമായി ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുന്നു. എന്താണ് കാര്യമെന്ന് ഷിയാന് ആദ്യം മനസ്സിലാക്കുന്നില്ല. അവൻ്റെ കുറച്ച് അപ്പുറത്തായി വന്നിരുന്ന എക്സും ഫ്രണ്ട്സും ഷുയും അവനും ബ്രേക്കപ്പ് ആയതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഷുയി എന്തുകൊണ്ടാണ് ഒളിച്ചിരിക്കുന്നതെന്നും മനസ്സിലാകുന്നു. ഫ്രണ്ട്സ് ഷിയെക്കുറിച്ച് കൂടുതൽ ചോദിച്ചപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് എക്സ് ഫുഡ് കഴിക്കാൻ എഴുന്നേറ്റ് പോകുന്നു. അവർ പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഒന്നും സംഭവിക്കാത്ത പോലെ ഷുയി തിരിച്ചു വന്നിരുന്നെങ്കിലും ഷിയാൻ അപ്പോഴേക്കും ആ കലിപ്പിലായിരുന്നു.
അവൻ്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ അവൻ എന്തെങ്കിലും മനസ്സിലായി കാണുമോ എന്ന് അവൾ സംശയിക്കുന്നുണ്ടെങ്കിലും അതിന് സാധ്യതയില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. പക്ഷേ മൊത്തത്തിൽ മൂഡ് ഓഫ് ആയിരുന്നതിനാൽ അവളുടെ വിശപ്പ് നശിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഫുഡ് കഴിക്കാതെ തന്നെ അവർ അവിടെ നിന്ന് മടങ്ങുന്നു. പിന്നെ വണ്ടിയിലിരിക്കുമ്പോഴും അവൻ്റെ മൂടത്ര ശരിയില്ലാത്തതിനാൽ അവൻ അവളോട് മിണ്ടുന്നില്ല. അങ്ങനെ ബോറടിച്ചിരുന്ന് അവൾ മയങ്ങിപ്പോകുന്നുണ്ട്. അവളുടെ വീടിനടുത്തെത്തിയപ്പോൾ കവളിൽ ഒരു നുള്ളു കൊടുത്തിട്ടാണ് അവൻ അവളെ ഉണർത്തിയത്. വേദനിപ്പിച്ചതിന് അവനെ വഴക്ക് പറഞ്ഞുകൊണ്ടാണ് അവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത്. അവൻ അവളെ പുറകിൽ നിന്ന് വിളിച്ചിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഫുഡ് കഴിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. ഫുഡ് കഴിക്കാതെ കിടന്നാൽ ബ്ലഡ് പ്രഷർ ലോ ആകും, ഉറക്കം ശരിയാകില്ല, അതുകൊണ്ട് എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്ന് ദേഷ്യത്തിൽ പറഞ്ഞിട്ടാണ് അവൾ അകത്തേക്ക് കയറിപ്പോയത്. അവൻ അതിന് മറുപടിയൊന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഷുയി റൂമിലെത്തി ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴാണ് അതിൽ കഴിക്കാൻ പറ്റിയ ഒന്നുമില്ല എന്ന് കാണുന്നത്. അങ്ങനെ അവൾ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യുന്നു. അത് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഡോറിൽ ആരും തട്ടുന്നത് കേട്ട് ചെന്ന് നോക്കിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഒരു പാത്രം മാത്രം അവിടെ ഇരിപ്പുണ്ട്. ഞാനിത് ഓർഡർ ചെയ്തില്ലല്ലോ എന്ന് സംശയിച്ച് അവരെ വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് നിന്റെ ഫുഡ് റൂമിന് പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ഷിയാൻ മെസ്സേജ് അയച്ചത്. അവനാണത് കൊണ്ടുവച്ചത് എന്നറിഞ്ഞപ്പോൾ അവൾ ശരിക്കും ഹാപ്പിയാകുന്നു. ആ സമയത്ത് അവൻ താഴെ നിൽപ്പുണ്ട്. അവളെ അവിടെ ഡ്രോപ്പ് ചെയ്ത ശേഷം നേരത്തെ അവർ കഴിക്കാൻ പോയ അതേ റെസ്റ്റോറൻറ്റിലേക്ക് തിരികെ പോയി അവൾ നേരത്തെ ഓർഡർ ചെയ്ത അതേ ഫുഡ് തന്നെ ഓർഡർ ചെയ്ത് അവൻ പാത്രത്തിലാക്കി കൊണ്ടുവന്നതാണ്. അത് പാത്രത്തിലേക്ക് ഒഴിക്കുന്നതിനിടയിൽ അവൻ്റെ കോട്ടിൽ കുറച്ച് അഴുക്കൊക്കെ പറ്റിയിരുന്നു. പക്ഷെ അതൊന്നും അവൻ അത്ര കാര്യമാക്കുന്നില്ല. ഷീ ഓടിച്ചത് ജനലയോടെ നോക്കിയപ്പോൾ അവൻ്റെ വണ്ടി വിട്ടുപോകുന്നത് കാണുന്നു. അവൻ തൻ്റെ കാര്യത്തിൽ കെയർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് സന്തോഷത്തോടെയാണ് അവളത് കഴിക്കാനിരുന്നത്. ഒരു ഫോട്ടോ എടുത്ത് അവന് സെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ഉള്ളിത്തണ്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുക കണ്ടപ്പോൾ അവൻ അതിനെക്കുറിച്ച് ചോദിക്കുന്നു. അവൾക്കത് കഴിക്കാൻ ഇഷ്ടമല്ല എന്ന് അങ്ങനെ അവന് മനസ്സിലാകുന്നു. അവനിങ്ങനെ തനിക്ക് വേണ്ടി ഫുഡൊക്കെ വീട്ടിലെത്തിച്ചതിനാൽ നിന്റെ എക്സ് ഗേൾ ഫ്രണ്ടിനോട് നീ ഇത്ര കെയറിങ് ആയിരുന്നു എന്നവൾ ചോദിച്ചപ്പോൾ നിന്നെപ്പോലെ തന്നെയാണ് ഞാനും എന്നാണ് അവൻ മറുപടി നൽകിയത്. തൻ്റെ എക്സിനെ കുറിച്ച് അവന് മനസ്സിലായി കാണണം എന്ന് അവൾ ഊഹിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്തവരെ കുറിച്ച് ചിന്തിച്ച് ഇനി ഒരിക്കലും ഭക്ഷണം വേണ്ടെന്ന് വെക്കരുതെന്ന് കൂടി പറഞ്ഞിട്ടാണ് അവൻ വെച്ചത്. അടുത്ത ദിവസം യുലിങ് ഇതുവരെ ഷുയിയോട് പെരുമാറിയതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് പെരുമാറിയത്. രാവിലെ ചെന്നപ്പോൾ തന്നെ അവൾക്കും കൂടി കോഫി വാങ്ങിക്കൊണ്ട് ചെല്ലുന്നു. മീറ്റിംഗ് സമയത്ത് ചീഫ് ഷുയിയോട് ലൈറ്റ് ഓണാക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഓണാക്കാമെന്ന് പറഞ്ഞ് യുലിങ് എഴുന്നേറ്റ് പോയത് ചെയ്യുന്നു. അങ്ങനെ എല്ലാ കാര്യത്തിലും ഷുയിയെ അവൾ വല്ലാതെ സൂചിപ്പിക്കുകയാണ്. അവളുടെ പെട്ടെന്നുള്ള ഈ മാറ്റത്തിന് കാരണം എന്താണെന്ന് ഷുയിക്കും ഞാനും ഒരടി കിട്ടുന്നില്ല. അതേപോലെ തന്നെ മീറ്റിങ്ങിൽ വെച്ച് ഗുവാൻജിയുടെ കമ്പനിയിൽ ഒരു ഇൻ്റർവ്യൂവിന് പോകാൻ ചീഫ് യുലിങ്ങിനോട് പറഞ്ഞെങ്കിലും അത് ഷുയിയെ ഏൽപ്പിക്കാൻ പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മറന്നു. സാധാരണ ഇങ്ങനെ എന്തെങ്കിലും അവസരം വരുമ്പോൾ ഇങ്ങോട്ടേക്ക് കയറി ആവശ്യപ്പെടുന്ന ആൾ ഇപ്പോൾ ഒഴിഞ്ഞു മറന്ന് കണ്ട് ചീഫ് പോലും അത്ഭുതപ്പെടുന്നുണ്ട്. ഷുയിക്ക് ഇപ്പോൾ പോകാൻ പറ്റാത്തത്ര തിരക്കായതുകൊണ്ട് ആ ജോലി ഷുയി ഞാനെ ഏൽപ്പിക്കുന്നു. ഇന്റേൺസിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് മീറ്റിങ്ങിൽ വിലയിരുത്തുന്നുണ്ട്. രണ്ടുപേരുടെയും ജോലി സ്ഥിരമാക്കുന്നതിന് വേണ്ടിയുള്ള അസസ്മെൻറ്റ് അടുക്കാറായിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ കുറെ കൂടി ശ്രദ്ധിക്കണം എന്ന് ചീഫ് പറയുന്നു. ഷുയി ഷിയാൻ്റെ കമ്പനിയെക്കുറിച്ച് ചെയ്യാൻ പോകുന്ന സ്പെഷ്യൽ ഫീച്ചറിൽ ഷിയെ കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും വേണ്ടിയുള്ള എക്സ്പീരിയൻസ് എനിക്കായിട്ടില്ല എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറുന്നു. മീറ്റിംഗ് കാരണം അന്ന് കോളേജിൽ പോകാൻ അവൾക്ക് പറ്റിയിരുന്നില്ല. അതിന് പകരം ക്ലാസ് റെക്കോർഡ് ചെയ്യാൻ അവൾ ഒരാളെ അയച്ചിരുന്നു. അവളാണ് അങ്ങനെ ഒരാളെ അയച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി ക്ലാസ് കഴിഞ്ഞ ഉടൻ തന്നെ അവളെ വിളിച്ച് വഴക്ക് പറയുന്നു. തിരക്ക് കാരണം കുറച്ച് ദിവസം കൊണ്ട് ക്ലാസ്സിന് വരാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നവൾ പറഞ്ഞപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നേരിട്ട് വിളിച്ച് ചോദിച്ചോളാൻ അവൻ പെർമിഷൻ നൽകുന്നു. ഇനി മേലിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ ആരെയും വിടരുത് എന്ന് വാണിംഗ് നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തനിക്ക് നൂഡിൽസ് വാങ്ങി തന്നതിന് പകരമായി ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ പോകാമെന്ന് ഷുയി അന്ന് ഷിയാനോട് പറയുന്നു. അവനത് സമ്മതിച്ച് റിപ്ലൈ നൽകുന്നുണ്ട്. അതിനുശേഷം അവൾ പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ടെങ്കിലും എല്ലാത്തിനും ഓക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ അവൻ കൂടുതലൊന്നും പറയുന്നില്ല. അവൾ വീണ്ടും വീണ്ടും ഓരോന്നും ചോദിച്ചിരിക്കുന്ന കാരണം നിനക്ക് അവിടെ പണിയൊന്നുമില്ലേ എന്ന അവസാനം അവൻ ചോദിക്കുന്നുണ്ട്. ഷിയെ തയ്യാറാക്കി റിപ്പോർട്ട് വായിച്ച് നോക്കിയ ശേഷം അവൾ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിമർശനങ്ങൾ കുറച്ച് കൂടുതലാണ്. അതൊന്ന് കുറച്ച് മാറ്റി എഴുതാൻ ചീഫ് അവളോട് പറയുന്നു. പക്ഷേ ജേർണലിസ്റ്റുകൾ സ്വന്തം നിലപാടുകളാണ് തങ്ങളുടെ റിപ്പോർട്ടുകളിലൂടെ പ്രതിഫലിപ്പിക്കേണ്ടത്, അല്ലാതെ മറ്റുള്ളവരുടെ താല്പര്യത്തിനനുസരിച്ച് റിപ്പോർട്ട് എഴുതരുത് എന്നാണ് ഷുയി പറഞ്ഞു തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഷിയെ അത് മാറ്റാൻ തയ്യാറാക്കുന്നില്ല. ഷുയിയെപ്പോലെ തന്നെ ശക്തമായ നിലപാടുകളാണ് അവൾക്കും എന്ന് ചീഫ് പരാതിപ്പെടുന്നുണ്ട്. വൈകിട്ട് ഷിയാനൊപ്പം ഡിന്നർ കഴിക്കാൻ പോകുന്ന സമയത്ത് ഷുയി അതിനെക്കുറിച്ച് അവനോട് സംസാരിക്കുന്നു. തൻ്റെ ഇന്ത്യൻ വളരെ കഴിവുള്ള കൂട്ടത്തിലാണ്, മിടുക്കിയാണെന്നൊക്കെ അവൾ പറഞ്ഞപ്പോൾ നിന്റെ ഇന്ത്യൻ ആൾ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് അവനും അവളെ പുകഴ്ത്തുന്നു. അവൻ മറ്റൊരു പെണ്ണിനെ പുകഴ്ത്തി പറയുന്നത് കേട്ടപ്പോൾ അവളുടെ മനസ്സിൽ ഒരു കുശുമ്പ് കയറുന്നു. അത് തീർക്കാൻ വേണ്ടി അവൻ്റെ മുന്നിൽ വെച്ച് അവൾ യുവിനെ കുറിച്ച് പൊക്കി പറയുന്നു. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് നേട്ടങ്ങളൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന രീതിയിൽ അവനെക്കുറിച്ച് അവൾ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് അസൂയ സഹിക്കുക ചെയ്യാതെ ഷിയാൻ ഡിന്നറിൻ്റെ കാര്യമൊക്കെ മറന്ന് അവളെയും കൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ഒരു മുറിയിൽ ഷെൽഫ് നിറയെ വാരിക്കൂട്ടി വെച്ചിരുന്ന അവന് കിട്ടിയ പ്രൈസുകൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇത്ര അത്യാവശ്യമായി അവളെ കൊണ്ടുവന്നിരിക്കുന്നത്. പുറമെ കാണിക്കുന്നത് പോരാഞ്ഞിട്ട് മേശയ്ക്കുള്ളിൽ വെച്ചിരുന്ന കുറേ മെഡലുകളും അവനെടുത്ത് കാണിക്കുന്നുണ്ട്. സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കിട്ടിയതാണ് അതൊക്കെ. 2018 വരെ തുടർച്ചയായി 3-4 വർഷങ്ങൾ കിട്ടിയ മെഡലുകൾ പിന്നീടില്ലാത്തത് കണ്ട് അവൾ അതിൻ്റെ കാരണം തിരക്കിയപ്പോൾ അച്ഛൻ്റെ കമ്പനി വിട്ട് സ്വന്തമായി ബിസിനസ് തുടങ്ങിയതിന് ശേഷം തിരക്കുകൾ കാരണം ഇതിലൊന്നും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അവൻ അറിയിക്കുന്നു. എന്തുകൊണ്ടാണ് അവൻ അച്ഛൻ്റെ കമ്പനി വിട്ട് പോയത് എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട എന്ന് പറഞ്ഞെങ്കിലും അവൻ കാരണം അവളോട് വിശദീകരിക്കുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇത്ര കടുത്ത തീരുമാനമെടുത്ത് വിജയത്തിലേക്ക് എത്തിപ്പെടാൻ അവൻ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുണ്ടാകും. വളരെ നന്നായി തന്നെ അതെല്ലാം പൂർത്തിയാക്കി വിജയത്തിലെത്തിയിരിക്കുകയാണെന്ന് പറഞ്ഞ് അവൾ അവനെ അഭിനന്ദിക്കുന്നു. അങ്ങനെ വിജയിച്ചെത്തിയതിന് എനിക്ക് സമ്മാനം വല്ലതുമുണ്ടെന്ന് ചോദിച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് കുറച്ച് നീങ്ങി നിൽക്കുന്നു. അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നതിനാൽ അവൾ മുന്നോട്ട് ചെന്ന് അവനെ കിസ് ചെയ്യുന്നു. പെട്ടെന്നുള്ള ആവേശത്തിൽ അങ്ങനെ ചെയ്തതാണെങ്കിലും അവൾ പെട്ടെന്ന് തന്നെ പിന്മാറുന്നു. പക്ഷെ അവൻ അവളെ വീണ്ടും അടുത്തേക്ക് പിടിച്ച് കണ്ണടയൊക്കെ ഊരിമാറ്റി കാര്യമായി കിസ് ചെയ്യാൻ തുടങ്ങിയതാണ്. ആ സമയത്ത് അവൻ്റെ കോൾ വരുന്നത് കാരണം അത് തടസ്സപ്പെടുന്നു. ഷുയി ഈ ഗ്യാപ്പിൽ അവൻ്റെ പിടിയിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. വിളിച്ചത് അവൻ്റെ അസ്തിനാണ്. അവൻ ഉടനെ തന്നെ ഒരു ബിസിനസ് ട്രിപ്പിന് പോകുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി എന്ന് പറയാനാണ് അസ്തിൻ്റെ വിളിച്ചത്. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊന്നും എപ്പോഴും വിളിച്ച് പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അസ്തിനെ വഴക്ക് പറഞ്ഞിട്ടാണ് അവൻ ഫോൺ വെച്ചത്.
പെട്ടെന്നൊരു ആവശ്യത്തിൽ കിസ് ചെയ്തെങ്കിലും വേണ്ടിയിരുന്നില്ല എന്ന ചിന്തയിലായിരുന്നു ഷീ ഈ സമയം. ഷിയാൻ അവളെ പിടിച്ച് നേരെ നിർത്തി ബിസിനസ് ട്രിപ്പിന് പോകുന്ന കാര്യം പറഞ്ഞിട്ട് തനിക്കൊപ്പം വരുന്നു എന്ന് ചോദിക്കുന്നു. എനിക്കും അടുത്തെൻ്റെ ബിസിനസ് ട്രിപ്പുണ്ട്, അതുകൊണ്ട് എൻ്റെ ഷെഡ്യൂൾ നോക്കിയാൽ മാത്രമേ ഒരു മറുപടി നൽകാൻ പറ്റുകയുള്ളൂ എന്നവൾ പറഞ്ഞപ്പോൾ അവൻ വീണ്ടും അവളെ അടുത്തേക്ക് പിടിച്ച് കിസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ തന്നെ പോയി ഷെഡ്യൂൾ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് അവൾ എസ്കേപ്പ് ആക്കുന്നു. ഷിയാൻ ബിസിനസ് ട്രിപ്പിന് പോകാനായി എയർപോർട്ടിലെത്തിയപ്പോഴാണ് ഷീ യാത്രയ്ക്ക് തയ്യാറായി അവിടെ നിൽക്കുന്നത് കാണുന്നത്. താൻ പോകുന്ന സ്ഥലത്തേക്ക് തന്നെയാണ് അവൾ പോകുന്നതെന്ന് മനസ്സിലായതോടെ അവൻ അസ്തനെ തിരിച്ചയച്ചിട്ട് അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവനെ അവിടെ വെച്ച് കാണുമെന്ന് അവൾ തീരെ പ്രതീക്ഷിച്ചിരുന്നതല്ല. അങ്ങനെ ഒരുമിച്ചാണ് രണ്ടുപേരും പോയത്. അവൻ്റെ ഡ്രൈവർ വണ്ടിയുമായി നേരത്തെ തന്നെ ആ സിറ്റിയിലെത്തിയിരുന്നതിനാൽ അവർ അവിടെ എത്തിയ ശേഷം അവൻ്റെ വണ്ടിയിൽ തന്നെയാണ് പോയത്. ആ സമയത്ത് റുവ അവളുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് അവൾ എവിടെയാണെന്ന് അന്വേഷിക്കുന്നു. ബിസിനസ് ട്രിപ്പിലാണ്, കൂടെ ഷിയാൻ ഉണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോൾ 2 പേർ പോയിട്ട് 3 പേരായി തിരികെ വരരുതെന്നൊക്കെ റുവ അവളെ കളിയാക്കി പറയുന്നു. ഷിയാൻ തൊട്ടടുത്ത് തന്നെ ഉള്ളതിനാൽ അവൻ കേൾക്കുമെന്നറിയാവുന്നതിനാൽ അവൾ പെട്ടെന്ന് ഫോൺ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് യു അവൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഏതോ ഒരു റിപ്പോർട്ട് റെഡിയായതിനെ കുറിച്ച് പറഞ്ഞത്. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനൊരു ബിസിനസ് ട്രിപ്പിലാണ്, എൻ്റെ തൊട്ടടുത്ത് തന്നെ ഷീ ഉണ്ട് എന്ന് കൂടി പറഞ്ഞിട്ടാണ് അവൻ ഫോൺ വെച്ചത്. തന്നെക്കുറിച്ച് ആരോടാണ് പറഞ്ഞതെന്ന് അവൾ അന്വേഷിച്ചപ്പോൾ നീ കഴിഞ്ഞ ദിവസം പുകഴ്ത്തി പറഞ്ഞ പ്രൊഫസർ യു ആണ് വിളിച്ചത് എന്നവൻ കുറച്ച് കൊള്ളിച്ച് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞതൊന്നും മറന്നു പോകരുത് എന്നൊക്കെ പറഞ്ഞ് റുവ അപ്പോഴേക്കും അവൾക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങുന്നു. അവൾ ചാറ്റ് ചെയ്യുന്നത് യുവിനോടാണോ എന്ന് അവൻ സംശയം ചോദിക്കുന്നുണ്ട്. അവന് താമസിക്കാൻ അറേഞ്ച് ചെയ്തിരുന്ന ഹോട്ടലിന് മുന്നിലെത്തിയപ്പോൾ അവൻ ഇറങ്ങുന്നു. അവൾ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിലേക്ക് കൊണ്ടുപോകാൻ ഡ്രൈവറോട് അവൾ പറഞ്ഞെങ്കിലും അവളോടും അവിടെ ഇറങ്ങാൻ അവൻ പറയുന്നു. വേറെ വണ്ടി വിളിച്ച് പോകാനായിരിക്കും അവൻ ഉദ്ദേശിക്കുന്നതെന്ന് കരുതി പുറത്തിറങ്ങിയ ശേഷം അവൾ ടാക്സി വിളിക്കാൻ തുടങ്ങുന്നു. അപ്പോഴാണ് എനിക്കപ്പോൾ ഇതേ ഹോട്ടലിൽ തന്നെയാണ് നീ താമസിക്കാൻ പോകുന്നതെന്ന് അവൻ പറഞ്ഞത്. അവൾ ശരിക്കും ഞെട്ടുന്നു. പേടിച്ചാണ് അവൾ അവൻ്റെ പുറകെ പോയത്. റൂമിന് മുന്നിലെത്തി അവൻ ഡോർ തുറന്നപ്പോൾ ഇത് ശരിയാണോ എന്ന് അവൾ സംശയം ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അവരുടെ ലഗേജുമായി സ്റ്റാഫ് വന്നത്. ലഗേജ് വെക്കാനെ അവൻ ഓപ്പോസിറ്റ് സൈഡിലുള്ള മുറി തുറക്കുന്ന കണ്ടപ്പോഴാണ് അതാണ് അവൻ്റെ റൂം എന്നവൾക്ക് മനസ്സിലാക്കുന്നത്. അതോടെ അവൾ ആകെ ചമ്മി റൂമിന്റെ കീയും വാങ്ങി ലഗേജും എടുത്ത് മുറിക്കുള്ളിൽ കയറി വാതിലടയ്ക്കുന്നു. അതിനുശേഷം അവൾ റുവയെ വിളിക്കുന്നുണ്ട്. നേരത്തെ ഷിയാൻ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഒന്നും പറയാൻ പറ്റാതിരുന്നത്. ഒരേ ഹോട്ടലിൽ തന്നെയാണ് താമസിക്കുന്നതെന്നൊക്കെ അവൾ പറയുന്നു. റൊമാൻസ് വളർത്താൻ ഈ ചാൻസ് ഉപയോഗിക്കാമെങ്കിലും സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം എന്ന് റുവ ഉപദേശിക്കുന്നുണ്ട്. ഷിയ അവളുടെ അമ്മയുടെ വളരെ റെയറായിട്ടുള്ള സോങ് ഉൾപ്പെടുന്ന കുറച്ച് ആൽബങ്ങൾ യുവിന് ഗിഫ്റ്റായി കൊറിയർ അയച്ചു കൊടുക്കുന്നു. സെൻലാൻ ബാറ്ററി കമ്പനിയുടെ ആളുകളെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയാണ് ഷീ ആ സിറ്റിയിലേക്ക് വന്നിരിക്കുന്നത്. അതേ കമ്പനിയിൽ തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടിയാണ് ഷിയാൻ വന്നിരിക്കുന്നത്. അന്ന് രാത്രി അവൻ്റെ വർക്ക് ഷെഡ്യൂൾ ചെക്ക് ചെയ്ത് അവൻ ആ കമ്പനിയിലേക്ക് പോകുന്ന ദിവസം ഏതാണെന്ന് അവൾ മനസ്സിലാക്കുന്നു. അന്ന് തന്നെയാണ് അവളുടെ ഇന്റർവ്യൂ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ കമ്പനിയിൽ വിളിച്ച് അത് അവൾ 2 ദിവസം മുന്നോട്ട് നീട്ടിവെക്കുന്നുണ്ട്. അതിനുശേഷം അവനെ വിളിച്ച് അടുത്ത ദിവസം സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു. അവൻ അതിന് ഓക്കെ പറയുന്നു. ഷിയെ എങ്ങനെ ഒഴിവാക്കാമെന്ന് സംശയിച്ചുകൊണ്ട് യു ഗുവാൻജിയെ സമീപിക്കുന്നു. ആളാരാണെന്നും അവൻ പറയുന്നില്ല. ഒരു പെൺകുട്ടിയെ വേദനിപ്പിക്കാത്ത വിധത്തിൽ എങ്ങനെ റിജക്ട് ചെയ്യാമെന്നാണ് അവൻ ചോദിച്ചത്. അവൾ വേദനിക്കുന്നത് കാണാൻ അവൻ ഇഷ്ടമില്ലാത്തത് അവളോടുള്ള ഇഷ്ടം കൊണ്ടാണോ എന്ന് ഗുവാൻജി സംശയം ചോദിക്കുന്നുണ്ട്. അവളൊരു ചെറിയ കുട്ടിയാണ്, ഇതൊക്കെ ഒരു കുട്ടിക്കളി പോലെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ തമ്മിൽ ഒരു റിലേഷൻ ശരിയാകില്ല, അതുകൊണ്ട് അവളെ വേദനിപ്പിക്കാതെ ഒഴിവാക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് യു പറഞ്ഞപ്പോൾ നിനക്ക് അവളോട് ഫീലിംഗ്സ് ഒന്നുമില്ലെങ്കിൽ അത് തുറന്നു പറയുന്നത് തന്നെയാണ് നല്ലത്. അവളുടെ വിഷമത്തെക്കുറിച്ച് ചിന്തിച്ച് കാര്യങ്ങൾ വലിച്ചു നീട്ടിക്കൊണ്ട് പോയാൽ പിന്നീട് അത് അവളെ കൂടുതൽ വേദനിപ്പിക്കുകയുള്ളൂ എന്ന് ഗുവാൻജി ഉപദേശിക്കുന്നു. അവർ ഇരുന്നതിന് കുറച്ചപ്പുറത്തായി ഫ്രണ്ട്സിനൊപ്പം ഇരുന്ന് മദ്യപിക്കായിരുന്ന റുവയെ നോക്കിക്കൊണ്ടാണ് അവൻ അത് പറഞ്ഞത്. അവൻ്റെ കാര്യത്തിൽ അവൾ അതാണല്ലോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റുവ ഫ്രണ്ട്സിനൊപ്പം ഏതോ ഗെയിം കളിച്ചുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. ഗെയിമിൽ പലതവണ തോൽക്കുന്നതിനാൽ പണിഷ്മെന്റായി അവൾക്ക് വീണ്ടും മദ്യപിക്കേണ്ടി വരും. ഇത് ശ്രദ്ധിച്ച ഗുവാൻജി യുവിനെ പറഞ്ഞു വെച്ച ശേഷം അവളുടെ അടുത്തേക്ക് ചെന്ന് അവൾക്ക് പകരമായി മദ്യപിക്കുന്നു. അവളുടെ ഫ്രണ്ടാണ് എന്ന രീതിയിൽ ഫ്രണ്ട്സിനെ പരിചയപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ അവൻ അങ്ങനെ വന്ന് അധികാരത്തോടെ തനിക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുന്നത് അവൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അത് കാരണം അവൾ അവിടെ നിന്ന് പിണങ്ങി ഇറങ്ങി പോകുന്നു. അവനും പുറകെ ചെല്ലുന്നുണ്ട്. റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് മുന്നോട്ട് നടക്കാൻ കഴിയാതെയപ്പോൾ അവൻ അവളെ പുറത്തെടുത്തുകൊണ്ടാണ് പോയത്. 2 പേരും കൂടി അന്ന് ഏതോ ഹോട്ടലിൽ കഴിയുന്നു. അടുത്ത ദിവസം രാവിലെ അവൾ ഉണർന്നപ്പോഴേക്കും അവൻ പോയി കഴിഞ്ഞിരുന്നു. ആ സമയത്ത് റൂം സർവീസിൽ വന്ന സ്റ്റാഫ് അവൻ അത്യാവശ്യമായ ഒരു ബിസിനസ് മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടിയിരുന്നതിനാൽ നേരത്തെ പോയതാണെന്ന് അവളെ അറിയിക്കുന്നു. അവളുടെ ഫേവറേറ്റ് ഫുഡൊക്കെ ഏതാണെന്ന് അറിയാത്തതിനാൽ പല രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് അവൾക്ക് വേണ്ടി ഓർഡർ ചെയ്തിരുന്നു. അത് മാത്രമല്ല മാറ്റിയിടാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സും അവിടെ എത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതും അവൾക്ക് നൽകുന്നു. റുവോയ്ക്ക് ഇതൊക്കെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷമാകുന്നു. കറുത്ത നിറത്തിലുള്ള ഒരു ഡ്രസ്സായിരുന്നു അവൻ വാങ്ങിയിരുന്നത്. കറുത്ത ഡ്രസ്സ് അവൾക്ക് നന്നായി ചേരുമെന്ന് മുമ്പ് ഒരു തവണ അവൻ പറഞ്ഞിട്ടുള്ള ഓർമ്മ വന്നപ്പോൾ ആ ഡ്രസ്സ് ധരിക്കാൻ തയ്യാറാകാതെ തിരിച്ചതിനുള്ളിൽ തന്നെ വെച്ചിട്ട് അവൾ വേഗം റെഡിയായി അവിടെ നിന്ന് പോകുന്നുണ്ട്. അടുത്ത ദിവസം സ്ഥലം കാണാനൊക്കെ പോകാമെന്ന് പറഞ്ഞ സമയമായപ്പോൾ ഷിയാനും ഷീയും റെഡിയായി പുറത്തേക്ക് ഇറങ്ങുന്നു. അബദ്ധത്തിലാണെങ്കിലും മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സാണ് 2 പേരും ധരിച്ചിരിക്കുന്നത്. അവിടുത്തെ പ്രസിദ്ധമായ ടൂറിസ്റ്റ് പ്ലേസുകളെ കുറിച്ച് ഷീ രാത്രി തന്നെ കുത്തിയിരുന്നൊരു തിരച്ചിൽ നടത്തിയിരുന്നു. അതനുസരിച്ച് അവിടെയുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണ് അവർ ആദ്യം പോയത്. കുറെ പടികൾ കയറി വേണം അങ്ങോട്ടേക്ക് പോകാൻ. സ്റ്റെപ്പ് കയറുന്നതിനിടയിൽ അവൾ വീഴാൻ തുടങ്ങിയപ്പോൾ അവൻ അവളുടെ കയ്യിൽ കയറി പിടിക്കുന്നു. ഇത്ര വളർന്നിട്ട് നന്നായി നടക്കാൻ അറിയില്ലെന്ന് ചോദിച്ച് വഴക്ക് പറഞ്ഞ് കൊച്ചുകുട്ടികളെ പോലെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അതിനുശേഷം അവൻ മുന്നോട്ട് നടന്നത്. പേരൻസ് മക്കളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്നത് പോലെയുള്ള നടപ്പ് അവൾക്ക് അത്ര പിടിക്കാത്തതിനാൽ കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ കപ്പിൾസിനെ പോലെ അവൾ അവൻ്റെ കയ്യിൽ കോർത്ത് പിടിക്കുന്നു. അങ്ങനെയാണ് പിന്നെ അവർ മുന്നോട്ട് നടന്നത്. കുറച്ചുകൂടി മുന്നോട്ട് ചെന്നപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ അവർക്ക് അടുത്തേക്ക് വന്നിട്ട് ഇന്ന് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് കപ്പിളാണ് നിങ്ങൾ, ഇവിടെ നിന്ന് ഒരുമിച്ചൊരു ഫോട്ടോ എടുത്താൽ വളരെ നന്നായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് അവർ കുറച്ച് മണിയടിച്ച് ഫോട്ടോ എടുക്കാൻ സമ്മതിപ്പിക്കുന്നു. കുറച്ച് ഗ്യാപ്പ് ഇട്ടാണ് ആദ്യം 2 പേരും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിരുന്നത്. ഫോട്ടോഗ്രാഫറുടെ നിർബന്ധം കാരണം ചേർന്ന് നിന്ന് ചിരിച്ചുകൊണ്ടാണ് അവസാനം ഫോട്ടോ എടുത്തത്. പേയ്മെന്റ് നൽകി കഴിഞ്ഞപ്പോൾ ഫോട്ടോ ആ നമ്പറിലേക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അയാൾ അടുത്ത കപ്പിളിന് പുറകെ പോകുന്നു. മുമ്പ് തങ്ങളോട് പറഞ്ഞ അതേ ഡയലോഗ് അവരോട് പറഞ്ഞ് കേട്ടപ്പോഴാണ് എല്ലാം അയാളുടെ ബിസിനസ് ട്രിക്കുകളായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാകുന്നത്. മുകളിലായി ഫോർച്യൂൺ സ്റ്റിക്കുകൾ എടുത്ത് ഭാവിയെക്കുറിച്ച് അറിയാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് എന്ന് അയാൾ അവരോട് പറഞ്ഞിരുന്നു. അതെവിടെയാണെന്ന് അന്വേഷിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയത്. ഇടയ്ക്ക് ഷീ അവിടെ കണ്ട ഷോപ്പിലേക്ക് കയറിയ സമയത്ത് അവൻ ഫോർച്യൂൺ സ്റ്റിക്കുകൾക്ക് അടുത്തെത്തി
അതെടുത്ത് നോക്കുന്നു. 3 പാത്രങ്ങളിലാണ് അവിടെ സ്റ്റിക്കുകൾ വെച്ചിരിക്കുന്നത്. അവളെ അടുത്തേക്ക് ചെന്നപ്പോൾ അവൻ തന്നെയാണ് ഒരു പാത്രത്തിലിരുന്നത് അവളുടെ കയ്യിലേക്ക് എടുത്ത് കൊടുത്തത്. അതിൽ നിന്നൊരു സ്റ്റിക്ക് അവൾ സെലക്ട് ചെയ്യുന്നു. പക്ഷെ അതിൽ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അവൾക്ക് മനസ്സിലാക്കുന്നില്ല. കുറച്ചപ്പുറത്ത് തന്നെ അർത്ഥം പറഞ്ഞു കൊടുക്കാൻ തയ്യാറുള്ള ഒരാൾ ഇരിക്കുന്നത് കണ്ട് അവൾ സ്റ്റിക്കും കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു. നല്ല ഭാവിയെ സൂചിപ്പിക്കുന്ന ഒരു സ്റ്റിക്കാണിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ അതിനെക്കുറിച്ചുള്ള ഫലങ്ങൾ പറയാൻ തുടങ്ങിയത്. ജീവിതത്തിൽ അവൾക്ക് വേണ്ടി വിധിക്കപ്പെട്ട ആളെ അടുത്ത കാലത്ത് കണ്ടുമുട്ടിയിരിക്കുന്നു. പക്ഷെ ശരിയായ രീതിയിലല്ല അവരുടെ റിലേഷൻ തുടങ്ങിയത്. കുറെ ട്വിസ്റ്റൊക്കെ സംഭവിക്കുമെങ്കിലും അവസാനം രണ്ടുപേരും ഒരുമിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ അദ്ദേഹം പറയുന്നു. തമ്മിൽ റിലേഷനിലായോ എന്ന് ഇതുവരെ രണ്ടുപേർക്കും ഉറപ്പായിട്ടില്ലെങ്കിലും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പരസ്പരം ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് രണ്ടാളും മനസ്സിൽ ഉറപ്പിക്കുന്നു. ശരിക്കും സന്തോഷമാകുന്നുണ്ടെങ്കിലും പുറമേ അത് കാണിക്കാതെ അദ്ദേഹം പറഞ്ഞതൊന്നും വിശ്വാസമായിട്ടില്ല എന്ന രീതിയിലാണ് ഷിയാൻ പെരുമാറിയത്. തിരികെ പോകുന്ന വഴി സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴും ഷീ വീഴാൻ തുടങ്ങുന്നു. നോക്കി നടക്കാൻ പറഞ്ഞ് അവൻ വഴക്ക് പറഞ്ഞപ്പോൾ ഇങ്ങനെയാണെങ്കിൽ പേടിക്കാൻ നടക്കാമില്ലെന്ന് പറഞ്ഞ് അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുന്നു. അവൾ എന്നാണ് ബാറ്ററി കമ്പനിയിലേക്ക് പോകുന്നതെന്ന് അവൻ അപ്പോൾ ചോദിക്കുന്നുണ്ട്. ശരിക്കും അവൾക്ക് പോകേണ്ടിരുന്നത് അന്നാണ്. പക്ഷേ അവൻ്റെ ഷെഡ്യൂൾ ചെക്ക് ചെയ്തപ്പോൾ അവൻ അടുത്ത ദിവസമാണ് പോകുന്നതെന്ന് അറിഞ്ഞാൽ അതിൻ്റെ അടുത്ത ദിവസത്തേക്ക് ഇന്റർവ്യൂ മാറ്റിയ വിവരം അവൾ പറയുന്നു. ന്യൂസ് കണ്ടതിൽ നിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അപകടങ്ങളൊന്നും ബാറ്ററിയുമായി ബന്ധപ്പെട്ടതല്ല എന്നാണ്. പക്ഷേ ഇത്ര തിരക്ക് പിടിച്ച് അങ്ങനെ ഒരു റിപ്പോർട്ട് നൽകുന്നതിൽ എന്തോ പന്തികേടുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് നാളെ നീ പോകുമ്പോൾ നിന്റെ കൂടെ വന്നിട്ട് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ മറ്റന്നാളത്തെ ഇന്റർവ്യൂവിന് എനിക്ക് കുറച്ചുകൂടി കാര്യമായി ചോദ്യങ്ങൾ ചോദിക്കാമല്ലോ എന്ന് അവൾ പറയുന്നു. പിന്നെയും 1-2 സ്ഥലത്തൊക്കെ അവർ കറങ്ങാൻ പോകുന്നുണ്ട്. രാത്രി ഫുഡ് കഴിക്കാൻ കയറിയ സമയത്ത് എപ്പോഴാണ് തിരിച്ചു വരുന്നതെന്ന് ചോദിച്ച് ഷീ അവൾക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങുന്നു. തനിച്ചിരുന്ന് ആർട്ടിക്കിൾ റെഡിയാക്കുകയായിരുന്നു അവൾ അപ്പോഴും. ഷീ അടുത്തില്ലാത്തതുകൊണ്ട് തനിച്ച് സ്ട്രഗിൾ ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞ് അവൾ വീണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. കൂടെ ഉണ്ടായിട്ടും തന്നോട് സംസാരിക്കാതെ ഷീ ഫോണിൽ ആർക്കും മെസ്സേജ് അയക്കുന്നത് കണ്ടപ്പോൾ ഷിയാൻ ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. ആരാണ് മെസ്സേജ് അയക്കുന്നതെന്ന് അവൻ അറിയുന്നില്ലല്ലോ. ഓർഡർ ചെയ്ത ന്യൂഡിൽസ് എത്തിയപ്പോഴാണ് അവൾ ഫോൺ താത്തു വെച്ചത്. അപ്പോഴേക്കും ഷിയെ അവനോട് ചാറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഒരുപാട് വൈകി ഓഫീസിൽ ഒറ്റയ്ക്കിരുന്ന് ജോലി ചെയ്യേണ്ടി വന്നതിന്റെ പരിഭവം തന്നെയാണ് അവൾ പറയുന്നത്. അവൻ ഫുഡ് പോലും കഴിക്കാതെ ഫോണിൽ മെസ്സേജ് അയച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഷീക്ക് ദേഷ്യം വരുന്നു. ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഫോണിൽ നോക്കിയിരിക്കുന്ന ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് അവൾ പറയുന്നു. ഞാൻ എൻ്റെ നീസിന് മെസ്സേജ് അയക്കുകയായിരുന്നു. തിരിച്ചെല്ലുമ്പോൾ എന്തെങ്കിലും സമ്മാനങ്ങൾ വാങ്ങിക്കൊണ്ട് ചെല്ലണമെന്ന് അവൾ പറയുകയായിരുന്നു എന്നൊക്കെ അവൻ പറഞ്ഞപ്പോൾ അല്ലെങ്കിലും ഈ പണക്കാരൊക്കെ ഇങ്ങനെയാണ്, എന്ത് കടലിലും ഉടനെ വേണം, മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതാണോ എന്ന് പോലും നോക്കില്ല എന്ന് പറഞ്ഞ് ഷീ 2 കുത്തുവാക്ക് പറയുന്നുണ്ട്. അവൻ്റെ നീസിനോടുള്ള കലിപ്പ് കൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഷിയാൻ അത് കേട്ടപ്പോൾ ഓർമ്മ വന്നത് അവൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് ബ്രേക്കപ്പ് ആയ സമയത്ത് നിങ്ങൾക്ക് പണക്കാർക്ക് എല്ലാം വേണമെന്ന് എന്തുകൊണ്ടാണ് ഇത്ര ആഗ്രഹം, നിന്റെ മനസ്സിൽ എനിക്ക് എന്തെങ്കിലും സ്ഥാനമുണ്ടെന്നൊക്കെ അവനോട് ചോദിച്ചതാണ്. ആ ഓർമ്മ മനസ്സിലാക്കി വന്നതുകൊണ്ട് തന്നെ അവൻ മൂഡ് ഓഫ് ആയിരിക്കുകയാണ്. അവൻ ഫുഡ് പോലും കഴിക്കാതെ അങ്ങനെ ഇരിക്കുന്നത് കണ്ട് നിന്റെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്, നീ മറ്റുള്ള പണക്കാരെ പോലെ അല്ല എന്ന് എനിക്കറിയാം. നിനക്ക് സ്വന്തമായി ഒരുപാട് ഐഡിയകളുണ്ട്, അതൊക്കെ വർക്കൗട്ട് ആക്കാൻ വേണ്ടി നീ എന്ത് കഷ്ടപ്പാട് സഹിക്കാൻ തയ്യാറാണ് എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് അവൾ അവനെ പുകഴ്ത്തി പറയുന്നു. അതോടെ മൂഡ് ഓഫ് ഒക്കെ മാറി അവൻ ഫുഡ് കഴിക്കാൻ തുടങ്ങുന്നുണ്ട്. ഷിയയ്ക്ക് ആകെ ബോറടിക്കുന്നതിനാൽ യുവുമായി ചാറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ആദ്യം അവൻ റിപ്ലൈ നൽകാൻ പോലും തയ്യാറാകുന്നില്ലെങ്കിലും അവന് താല്പര്യമില്ലെങ്കിൽ വെറുതെ കാര്യങ്ങൾ വലിച്ചു നീട്ടി അവളെ വിഷമിപ്പിക്കരുത് എന്ന് ഗുവാഞ്ചി പറഞ്ഞ് ഓർമ്മിച്ചുകൊണ്ട് യു അവൾക്ക് റിപ്ലൈ നൽകുന്നു. ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ ക്ഷണിക്കുന്നുണ്ടെങ്കിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറുന്നു. അവന് ഗേൾഫ്രണ്ട് ഇല്ല എന്ന് ഇത്തവണ അവൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അവൾ വീണ്ടും മെസ്സേജ് അയച്ചിരിക്കുന്നതിന് കാരണം ഈ ജോലി ഇത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി നോക്കാൻ പറഞ്ഞ് വഴക്ക് പറഞ്ഞിട്ട് അവൻ സംസാരം അവസാനിപ്പിക്കുന്നു. ഷിയാനും ഷീയും ഈ സമയം റൂമിന് മുന്നിലെത്തിയിരുന്നു. അവൾ അവളുടെ മുറിയിലേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോൾ തടഞ്ഞിട്ട് അവൻ എന്തോ പറയാൻ തുടങ്ങിയതാണ്. പക്ഷെ അപ്പോഴേക്കും അവൻ്റെ ഒരു കോൾ വരുന്നു. അതുകൊണ്ട് അവൾ നിരാശയോടെ അകത്തേക്ക് തന്നെ കയറി പോകുന്നുണ്ട്. അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവളെ റുവോ വിളിക്കുന്നു. അവർക്കിടയിൽ നിന്ന് സംഭവിച്ചതെന്നറിയാനുള്ള ആകാംക്ഷയോടെയാണ് അവളുടെ വിളി. സാധാരണ ഈ സമയത്തൊക്കെ റുവോ ക്ലബ്ബിൽ പോകാറുള്ളതാണല്ലോ. അന്ന് ക്ലബ്ബിൽ പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഷീ ചോദിച്ചെങ്കിലും ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറുന്നു. ഷിയാനെ വിളിച്ചത് ഗുവാഞ്ചി ആയിരുന്നു. ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള കമ്പനിയെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്താൻ വേണ്ടി ഷിയാൻ പോയിരിക്കുകയാണ് എന്ന് അങ്കിൾമാർ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ അവിടെ വലിയ സീനാണ് എന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയാണ് ഗുവാഞ്ചി വിളിച്ചത്. ബിസിനസിനെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എയർപോർട്ടിൽ വെച്ച് അസിസ്റ്റന്റിനെ തിരിച്ചയച്ചത് എന്താണെന്ന് ഗുവാഞ്ചി ചോദിക്കുന്നു. ആ സമയത്ത് ക്ലബ്ബിൽ പോകാറുള്ള അവൻ എന്താണെന്ന് പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നതെന്ന് ഷിയാൻ തിരിച്ചു ചോദിച്ചപ്പോൾ ഗുവാഞ്ചി മറുപടി പറയാതെ ഒഴിഞ്ഞു മാറി പെട്ടെന്ന് തന്നെ ഫോൺ വെക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ അമ്പലത്തിന് മുന്നിൽ വെച്ചെടുത്ത ഫോട്ടോ ഷിയാന് കിട്ടുന്നു. അവർ രണ്ടുപേരെയും കാണാത്ത വിധം ക്ഷേത്രത്തിന്റെ ഒരു ഭാഗം മാത്രം കാണുന്ന വിധത്തിൽ അവൻ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം രണ്ടുപേരും കൂടിയാണ് ബാറ്ററി കമ്പനിയിലേക്ക് പോയത്. പക്ഷെ അവർ അവിടെ ചെന്ന് ഒരുപാട് സമയം വെയിറ്റ് ചെയ്ത ശേഷമാണ് ഒരാൾ അവരെ റിസീവ് ചെയ്യാൻ ചെന്നത്. അപ്പോഴും നേരിട്ട് അവിടുത്തെ MD-യുടെ അടുത്തേക്ക് കൊണ്ടുപോകാതെ ഫാക്ടറിയൊക്കെ കൊണ്ടുവന്ന് കാണിച്ച ശേഷമാണ് MD-യുടെ അടുത്തേക്ക് അവരെ എത്തിച്ചത്. MD-ക്ക് അവനോടുള്ള സമീപനം എങ്ങനെയാണെന്ന് അപ്പോൾ തന്നെ അവൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ അത് ഒന്നുകൂടി വ്യക്തമാകുന്നു. അസിസ്റ്റന്റ് ആണ് എന്ന രീതിയിലാണ് അവൻ അവളെ പരിചയപ്പെടുത്തിയത്. അടുത്തിടെ നടന്ന കുറെ കാർ അപകടങ്ങൾക്ക് പിന്നിൽ ബാറ്ററിയുടെ പോരായ്മയാണോ കാരണം എന്ന രീതിയിൽ അവൻ സംശയം ചോദിച്ചെങ്കിലും അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്നാണ് അയാൾ മറുപടി പറഞ്ഞത്. അങ്ങനെ ഒരു അപകട സമയത്ത് വണ്ടിയിൽ യാത്രക്കാരിയായി ഉണ്ടായിരുന്ന അവൾ അവളുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞിട്ട് പോലും ബാറ്ററിയുടെ കുഴപ്പമാണ് അതെന്നുള്ള കാര്യം നിഷേധിച്ച് ഡ്രൈവറെ കുറ്റപ്പെടുത്തുകയാണ് അയാൾ ചെയ്തത്. മാത്രമല്ല ഷിയാന്റെ കമ്പനി പോലെയുള്ള വേറെയും ഒരുപാട് കമ്പനികൾ അവരുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായി താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അവനിങ്ങനെ സംശയിച്ച് നിൽക്കുകയാണെങ്കിൽ മറ്റാരെങ്കിലും തിരഞ്ഞെടുക്കും. അവന്റെ കമ്പനിയിലെ സീനിയേഴ്സിന് അത് ഒട്ടും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അവരോട് അവൻ എന്ത് മറുപടി നൽകുമെന്നൊക്കെ ഒരു ഭീഷണി പോലെ അയാൾ ചോദിക്കുകയും ചെയ്തു. അവൻ അതിനൊന്നും മറുപടി നൽകാതെ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയെങ്കിലും ഷുയിക്ക് അങ്ങനെ മിണ്ടാതെ പോകാൻ മനസ്സ് വരുന്നില്ല. നിങ്ങൾ ഞങ്ങളെ ഒഴിവാക്കുകയാണെങ്കിൽ ഞങ്ങൾ തിരികെ പോയി ഇതിനേക്കാൾ റിസ്ക് കുറഞ്ഞ നല്ല മറ്റൊരു കമ്പനി തിരഞ്ഞെടുത്ത് അവിടെ ഇൻവെസ്റ്റ് ചെയ്യും, അതാണ് ഞങ്ങൾക്ക് കൂടുതൽ സുരക്ഷിതം എന്ന് അയാൾക്ക് മറുപടി നൽകിയിട്ടാണ് അവൾ പോയത്. തനിക്ക് പറയാൻ കഴിയാതെ പോയത് അവൾ തുറന്നു പറഞ്ഞത് ഷിയാനെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അവൻ അതിനെക്കുറിച്ചൊന്നും സൂചിപ്പിക്കാത്തതിനാൽ തിരികെ വണ്ടിയിലിരിക്കുമ്പോൾ താൻ പറഞ്ഞത് അബദ്ധമായി കാണുമോ എന്ന് അവൾ സംശയിക്കുന്നുണ്ട്. ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോകാം എന്നവൻ സജസ്റ്റ് ചെയ്തപ്പോഴാണ് അവന് ദേഷ്യമില്ല എന്ന് അവൾക്ക് മനസ്സിലാക്കുന്നത്. ഫുഡ് കഴിക്കാൻ ചെന്നിരുന്നപ്പോൾ അവൾ അതിനെക്കുറിച്ച് ചോദിക്കുന്നു. തിരികെ കമ്പനിയിൽ ചെന്ന് ബോർഡങ്ങളോട് എന്ത് മറുപടി നൽകണമെന്ന് ഞാൻ മനസ്സിൽ കരുതിയോ അത് തന്നെയാണ് നീ അയാളോട് പറഞ്ഞത് എന്ന് പറഞ്ഞ് അവൻ അവളെ അഭിനന്ദിച്ചപ്പോഴാണ് അവൾക്ക് ശരിക്കും സമാധാനമായത്. ആ ഫുഡ് കഴിച്ച ശേഷം തിരിച്ചിറങ്ങിയപ്പോൾ ഡ്രൈവർ വണ്ടിയുമായി എവിടെ പോയിരുന്നു. അയാൾ മറ്റൊരു ഭാഗത്താണെന്ന് അറിഞ്ഞപ്പോൾ അവൾ ടാക്സി വിളിക്കാൻ തുടങ്ങിയെങ്കിലും ഞാൻ മറ്റു വണ്ടിയിൽ കയറില്ല,
എന്ന് പറഞ്ഞ് അവൻ എതിർക്കുന്നു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുമെന്ന് അവൾ ചോദിച്ചപ്പോൾ നമുക്ക് നടക്കാമെന്ന് പറഞ്ഞ് അവൻ മുന്നോട്ട് നടക്കുന്നു. അത്രയും ദൂരം നടക്കാമെന്ന് അവൻ ശരിക്കും ആലോചിച്ചിട്ട് തന്നെ പറഞ്ഞതാണെന്ന് ചോദിച്ചുകൊണ്ട് അവൾ പുറകെ ഓടിച്ചിരുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഡ്രാമ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.